ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടൈം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരുടെ ചാനലൊക്കെ നന്നായിട്ട് വളരുന്നതിൽ അതിയായ സന്തോഷം. സമയം കണ്ടെത്തി പരമാവധി നമ്മൾ സപ്പോർട്ടുമായിട്ട് എത്തും. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ 1 കിലോ വറ്റ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു മീൻ കട്ട് ചെയ്ത് എടുത്തതാണ്. വറ്റമീൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. മിക്കവാറും ഫംഗ്ഷനും കല്യാണത്തിനും മറ്റു സദ്യകൾക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഫിഷ് ഐറ്റമാണ് വറ്റ. വലിയൊരു മീൻ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണണം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊരു പുതിയ ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ടോൺ ടു ദ വ്ളോഗ്. ഇതിനകത്ത് നമ്മൾ യാത്രകൾ, കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മുടെ 2 ചാനലിൽ, ഒന്നില് കുക്കിംഗ് വീഡിയോകളും വ്ളോഗില് യാത്രകളും പാട്ടുകളും മറ്റ് സന്തോഷകരമായ അനുഭവങ്ങളും കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നു. കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ പുതിയ ചാനൽ അറിയിക്കുക. ഇന്ന് നമ്മൾ വറ്റ വളരെ വ്യത്യസ്തമായിട്ടാണ് ഒന്ന് കറി വെക്കുന്നത്. സാധാരണ എല്ലാവരും മുളക് അരച്ചാണ് കറി വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മുളക് അരച്ചല്ലാതെ ഒരിത്തിരി സ്പെഷ്യൽ ഐറ്റം ഒക്കെ ചേർത്താണ്. നേരെ വീഡിയോയിലേക്ക്. അതിനായിട്ട് ഇന്നത്തെ വറ്റക്കറിക്ക് ആവശ്യമായിട്ട് നല്ല പഴുത്ത തക്കാളി 2 എണ്ണം വേണം. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇപ്പം മാർക്കറ്റിൽ പലതരം പച്ചമുളക് കിട്ടും. അതിലെ ഒരു ഐറ്റമാണിത്. ഇപ്പം നമ്മുടെ കടകളിലൊക്കെ ഈ ഒരു മുളകാണ് സാധാരണയായിട്ട് കിട്ടുന്നത്. നല്ല എരിവുള്ളതാണ്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം തേങ്ങയാണ്. വിളഞ്ഞ തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയാണിത്. ഇതിൽ നിന്നും ഒരു വലിയ പീസ് ഇഞ്ചി നമ്മൾ എടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണിത്. 3 എണ്ണം എടുക്കുന്നുണ്ട്. കൂടുതലെടുത്ത പുളി കൂടിപ്പോവും. തക്കാളി നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത്രയും പുളി എടുത്താൽ മതി. അത് നേരത്തെ തന്നെ നമുക്കൊന്ന് കുതിരാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. തേങ്ങ അരമുറി ചിരവിയത്. ഇത്രയും ഐറ്റം നന്നായി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയ്ക്കൊപ്പം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പുപൊടിയും അരയ്ക്കുന്നതിനൊപ്പം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. ഇത് നല്ല എരിവുള്ളതാണ്. 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഏറ്റവും നന്നായി പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ലൈഫ് ടോൺ ചാനലിലെ കുക്കിംഗ് വീഡിയോകൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു വ്ളോഗ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുത്തൻ വ്ളോഗ് ചാനലിൻ്റെ പേര് ലൈഫ് ടോൺസ് ടു ദ വ്ളോഗ് എന്നാണ്. ഇനി മുതൽ യാത്രയും പാട്ടുകളും മറ്റ് രസകരമായ എല്ലാം വീഡിയോകളായിട്ട് ഈ പുതിയ ചാനലിലൂടെ കൂട്ടുകാർക്ക് ആസ്വദിക്കാം. ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് വ്ളോഗ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് നമ്മുടെ പുത്തൻ ചാനൽ കിട്ടും. എന്നാൽ നമുക്ക് ഇനി നമ്മുടെ വറ്റക്കറി വേഗം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചട്ടി ഒന്ന് വെച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ഒരു 50 മില്ലി ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായാലുടൻ തന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഒപ്പം തന്നെ ഉലുവയും കൂടി ഇത്രയും ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ഒപ്പം തന്നെ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് എല്ലാം ഒരു ചെറിയ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കൊണ്ട് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇവിടെയും നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയല്ല, നാടൻ മുളക് പൊടിയാണ്, എരിവുള്ളതാണ്. ഇനി 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തെടുത്ത പുളിവെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമുക്ക് നമ്മുടെ വറ്റ വേവുവാൻ ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഒത്തിരി വെള്ളം ആയി പോകണ്ട. ഇപ്പോൾ നമ്മുടെ അരപ്പുകളെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ച വറ്റ പീസ് ചേർത്ത് കൊടുക്കാം. പീസുകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. വറ്റ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ ഇളക്കിയാൽ മതി. ഇതിന് മുള്ള് വളരെ കുറവുള്ള ഒരു ഫിഷാണ്. നല്ല ടേസ്റ്റും കൊണ്ട് വളരെ കെയറായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരം കുക്കാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഉടയാതെ ഇളക്കി ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമെല്ലാം നന്നായി കുറുകിയ രീതിയിൽ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി. ഉടയാതെ ഇളക്കി മിക്സാക്കി എടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ഫ്ലെയിം ഇടണ്ട. ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച് വെച്ച വറ്റക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ പുത്തൻ ചാനൽ മറക്കല്ലേ. യൂട്യൂബ് സെർച്ച് വ്ലോഗ് എന്നടിച്ചു കൊടുത്താൽ നമ്മുടെ പുത്തൻ ചാനൽ കൂട്ടുകാർക്ക് കിട്ടും. അവിടെയും കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തണം. ഒന്ന് ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ. താങ്ക് യു.